ഓം നമഃശിവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു പുരാണ കഥയാണ് പറയുന്നത്. ദുർവാസാവിൻ്റെ ശാപം. ഇതാണ് കഥ. കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ്റെ അംശാവതാരമായ ദുർവാസാവ് മഹർഷി ഒരിക്കൽ ഇന്ദ്രലോകത്ത് ചെന്ന് വിശിഷ്ടമായ കൽപ്പകവൃക്ഷത്തിൻ്റെ പുഷ്പങ്ങൾ കൊണ്ട് കോർത്ത ഒരു ദിവ്യമാല അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഐരാവതത്തിൻ്റെ പുറത്ത് കയറി ദേവഗണങ്ങളോടുകൂടി വരുന്ന ദേവേന്ദ്രനെ കണ്ട ദുർവാസാവ് മഹർഷി ആ വിശിഷ്ട പൂമാല ദേവരാജന് സമ്മാനിച്ചു. മുനിയിൽ നിന്നും സ്വീകരിച്ച ആ മാല ഇന്ദ്രൻ തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. ആ മാലയിലെ പുഷ്പങ്ങളിൽ നിന്ന് വമിച്ച വിശിഷ്ട സൗരഭ്യത്തിൽ ആകൃഷ്ടരായി മൂളി പറന്നെത്തിയ വണ്ടുകളുടെ ശല്യം അസഹ്യമായ ഐരാവതം ആ മാല തുമ്പിക്കൈ കൊണ്ടെടുത്ത് നിലത്തേക്കിട്ട് ചവിട്ടിയരച്ചു. ഇന്ദ്രൻ താൻ നൽകിയ ആ സമ്മാനം അനാദരിക്കപ്പെടുകയാണ് ചെയ്തതെന്ന് കരുതിയ ദുർവാസാവ് മഹർഷി കടുത്ത കോപത്തോടെ ദേവേന്ദ്രനെ ഇപ്രകാരം ശപിച്ചു. ഹേ അഹങ്കാരിയായ ഇന്ദ്ര, ഞാൻ തന്ന മാലയെ അനാദരിച്ചതിൻ്റെ ഫലം നീ അനുഭവിക്കണം. ഞാൻ ഇപ്രകാരം ശപിക്കുകയാണ്. ഈ നിമിഷം മുതൽ ദേവലോകത്തിൻ്റെ ഐശ്വര്യമെല്ലാം നശിച്ചു പോകട്ടെ. ദേവന്മാർക്കെല്ലാം ജരാനരകൾ ബാധിക്കട്ടെ. ഇതായിരുന്നു ശാപം. ക്ഷിപ്രകോപിയായ ദുർവാസാവിൻ്റെ ശാപവാക്കുകൾ കേട്ട് പേടിച്ച ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തുനിന്നും താഴെ ഇറങ്ങി മുനിയോട് ക്ഷമാപണം നടത്തിയെങ്കിലും ദുർവാസാവിൻ്റെ മനസ്സ് അലിഞ്ഞില്ല. ഹേ മൂഢനായ ഇന്ദ്ര, ഞാൻ ദയാലുവല്ല. ഒരിക്കലും എനിക്ക് ക്ഷമയും ഉണ്ടാകാറില്ല. നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണിത്. ഇത്രയും പറഞ്ഞിട്ട് മുനി തിരിച്ചുപോയി. അത്യധികം വിഷാദത്തോടെ ദേവേന്ദ്രൻ അമരാവതിയിലേക്ക് യാത്രയായി. ദുർവാസാവിൻ്റെ ശാപവാക്കുകൾ ഫലിച്ചു തുടങ്ങി. നാൾക്കുനാൾ ദേവലോകത്തിൻ്റെ ഐശ്വര്യം ക്ഷയിച്ചു തുടങ്ങി. പതുക്കെ പതുക്കെ ദേവന്മാർക്ക് ജരാനരകളും ബാധിച്ചു. ദേവഗണങ്ങൾക്ക് സംഭവിച്ച ഈ ക്ഷീണാവസ്ഥ മനസ്സിലാക്കിയ അസുരന്മാർ മുതലെടുപ്പിന് ഒരുങ്ങി. അസുരന്മാരുടെ ആക്രമണം കൊണ്ട് വിവശരായ ദേവന്മാർ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് അവരെ വിഷ്ണുവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ ഉപദേശിച്ചു. തന്നെ അഭയം പ്രാപിച്ച ദേവന്മാരോടായി വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അല്ലയോ ദേവഗണങ്ങളെ, ദുർവാസാവിൻ്റെ ശാപഫലത്താൽ നിങ്ങൾക്കുണ്ടായ ജരാനരകൾ കളഞ്ഞ് തേജസ് വർദ്ധിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. പാലാഴി കടഞ്ഞ് അതിൽ നിന്നും ലഭിക്കുന്ന അമൃത് പാനം ചെയ്യുക എന്നതാണ് ആ മാർഗം. അപ്രകാരം ചെയ്താൽ നിങ്ങളുടെ ജരാനരകൾ മാറുക മാത്രമല്ല, നിങ്ങൾ മരണമില്ലാത്തവരായി തീരുകയും ചെയ്യും. പക്ഷേ ഈ പ്രയത്നം നിങ്ങളാൽ മാത്രം സാധ്യമാകുന്നതല്ല. അതിനാൽ അസുരന്മാരെ കൂടി സഹായത്തിന് കൂട്ടണം. ഇതാണ് വിഷ്ണു ഭഗവാൻ പറഞ്ഞത്. തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്താൻ മാർഗം നിർദ്ദേശിച്ച മഹാവിഷ്ണുവിനെ ഭക്തി ആദരപൂർവം വണങ്ങിയ ശേഷം യാത്രയായ ദേവന്മാർ പാലാഴി മദനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അടുത്ത ദിവസം പാലാഴി മദനം കഥ പറയുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമഃശിവായ.